നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നും അത്യാവശ്യം നല്ല മാർക്കറ്റായിരുന്നു അല്ലേ. അപ്പം ഇന്നലെയും ഇന്നും നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നല്ല മാർക്കറ്റായിരുന്നു, അത്യാവശ്യം നല്ല ട്രേഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഇന്നലെ ഗ്രൂപ്പിൽ ട്രേഡ്സ് ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ട്രേഡ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ഇത് ഞാൻ ഷെയർ ചെയ്തില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ലെവൽസും കാര്യങ്ങളും, ഇത് ഇന്നലത്തെ ലെവൽസാണ്, അതായത് ജനുവരി 1-ാം തീയതിത്തെ ലെവൽസ്. നമ്മുടെ രാവിലെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്ന ലെവൽസ് ആയിരുന്നു. കറക്റ്റ് എക്സാക്റ്റ് ലെവലിൻ്റെ ബോട്ടം ഒന്ന് ടച്ച് ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഫില്ലാക്കിയിട്ടില്ല ഇപ്പോഴും, പക്ഷേ ആ ഗ്യാപ്പിൻ്റെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു. ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ലെവൽസ് ഇതൊക്കെയായിരുന്നു. ഇത് നമ്മുടെ ഡിസംബർ മാസത്തെ ട്രേഡ് റിപ്പോർട്ടാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിലുള്ള എല്ലാ ട്രേഡ്സും എടുത്തു പോകുന്നുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഇത് ജസ്റ്റ് ഒരു ലോട്ടിലുള്ള കാൽക്കുലേഷനാണ്. അത് എല്ലാ ഇൻഡെക്സിൻ്റെയും ഒരു ലോട്ട് വെച്ചെടുക്കുമ്പോൾ ഉള്ളൊരു കാൽക്കുലേഷനാണ്. ഇപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഇവിടെ കാണിക്കും. ബ്രോക്കറേജ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ബ്രോക്കറേജ് ഓരോ ബ്രോക്കറും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ബ്രോക്കറേജ് ആഡ് ചെയ്തിട്ടില്ല. ബ്രോക്കറേജും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ട്രേഡ്സ് എത്ര ട്രേഡ്സ് ഉണ്ടെന്നെങ്കിലും ആ ട്രേഡ് ഇൻറ്റു ബ്രോക്കറേജ് കൂട്ടിയിട്ട് അത് ഇൻറ്റു കൂടെ മൈനസ് ചെയ്താൽ മതി. പിന്നെ ഇന്ന് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി എക്സ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് നിഫ്റ്റിയിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം ഈ ഒരു ട്രേഡായിരുന്നു നമ്മൾ ക്യാപ്ചർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ട്രailing SL ഹിറ്റായി. ഫസ്റ്റ് ഒരു ട്രേഡ് ഇവിടെ എടുത്തത് SL അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോൾഡ് ചെയ്തു, എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ട്രailing SL കോസ്റ്റിലേക്ക് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അത് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് ടാർഗറ്റിലേക്ക് പോയത്. ഇവിടെ ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന റീസൺ ഇതായിരുന്നു. നമ്മുടെ ലെവൽസ് ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ കൊടുത്തേക്കുന്ന ഈ ലെവൽസിലായിരുന്നു. ഈ ലെവല് മേളിലൊരു പെൻഡിങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൻ്റെ ലെവലാണ് ആ ലെവൽ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് എൻ്റെ ഈ ഗ്യാപ്പ് മാർക്കറ്റിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കണ്ടോ. പിന്നെ എക്സാക്റ്റ് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മിസ്സായിപ്പോയി, എൻട്രി എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഓവറോൾ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് രാവിലത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഏകദേശം ഇന്ന് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോയി. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ എത്തിയൊരു റിവേഴ്സൽ പ്രതീക്ഷിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിരുന്നു. അത്യാവശ്യം മേളിലേക്ക് തന്നെയാണ്, ബൈയിങ് പ്രഷർ കൂടുതലാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കാണിച്ചിരുന്നു. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിലിട്ട് ശ്രദ്ധിച്ചാൽ മതി. ബുള്ളിഷ് ക്യാൻഡിൽസ് ബെയറിഷ് ക്യാൻഡിൽസിനെക്കാട്ടിൽ സ്ട്രോങ്ങറാണ്. അതായത് ഈ ക്യാൻഡിൽസൊക്കെ ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഇത്രയും ബൈയിങ് പ്രഷർ നടന്ന ഒരു ക്യാൻഡിലിനെ കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സെല്ലിങ് ക്യാൻഡിൽസ് വേണ്ടി വന്നു. വീണ്ടും അത്രയും സെല്ലിങ് ക്യാൻഡിൽസിനെ കവർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 2 ബൈയിങ് ക്യാൻഡിൽസ് ആവശ്യം വന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, മാർക്കറ്റിൽ ബൈയിങ് പ്രഷർ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇതൊരു റൈസിങ് വെഡ്ജ് പാറ്റേൺ ആണ്. റൈസിങ് വെഡ്ജ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഡൗൺ സൈഡ് ട്രേഡ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷ് ആണെന്ന് കണ്ടു. മാത്രമല്ല നമ്മുടെ ഈ എക്സാക്റ്റ് നമ്മുടെ ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മേളിലേക്ക് പോയത്. അതുകൊണ്ട് നമ്മൾ ലോങ് സൈഡ് ട്രേഡ്സിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. പിന്നെ ഈ ലെവലിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഒന്ന് SL അടിച്ച് വീണ്ടും അതേ പ്ലേസിൽ പ്രീമിയത്തിൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ എടുത്ത സെയിം ട്രേഡ് വീണ്ടും എടുത്തോളം പറഞ്ഞിരുന്നു. അതായത് ഈ ലെവലിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് പഞ്ച് ചെയ്ത് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ഇതായിരുന്നു വെച്ചത്. കാരണം നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തോ അല്ലെങ്കിൽ ബ്രേക്കൗട്ടോ ചെയ്താലും അടുത്ത നെക്സ്റ്റ് ലെവലിലേക്കായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ സപ്പോർട്ട് എടുത്ത് മേളിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇതാണ് വെച്ചത്. ഇവിടുന്ന് ട്രേഡ് ഉണ്ടായിരുന്നു, നമുക്ക് മിസ്സായി.
നമ്മുടെ സെക്കൻഡറി ലെവൽ ബ്ലൂ ലൈനിലെ നമ്മുടെ സെക്കൻഡറി ലെവലിനെ മുകളിൽ ബ്രേക്കൗട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമ്മൾ അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത് SL അടിച്ചു. ഇവിടെ വീണ്ടും എൻട്രി എടുത്തു. ഈ SLന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് 1:1 പ്രീമിയത്തിൽ കിട്ടിയപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ബുക്ക് ചെയ്ത് SL നേരത്തെ പ്രീവിയസ് SL കവർ ചെയ്തോളം പറഞ്ഞിരുന്നു. ഇഷ്ടമാണത് ഇവിടെ ഹോൾഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ട്രേഡ് എടുക്കുന്ന ഒരാളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വീണ്ടും ഇവിടെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു SL കുറച്ച് വെച്ചേക്കാം. അത് 15 പോയിൻ്റാണ് SL വെച്ചത്. അത് ഒരു 10 പോയിൻറ്റിലേക്ക് 10 അല്ല ഒരു 5 പോയിൻറ്റിലേക്ക് ഇറക്കി വെച്ചോളാം. അതായത് 15 പോയിൻറ്റ് SL 5 പോയിൻറ്റ് SL ആക്കിക്കോളാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതേ ക്യാൻഡിൽ തന്നെ വീണ്ടും സ്ട്രോങ് റിവേഴ്സൽ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കോസ്റ്റിൽ വെച്ചോളാൻ പറഞ്ഞു. കോസ്റ്റിൽ വെച്ചിട്ട് കോസ്റ്റിൽ ഹിറ്റായതിന് ശേഷം നമ്മളത് ടാർഗറ്റിലേക്ക് പോയി. അപ്പം നമ്മുടെ അനാലിസിസ് കറക്റ്റായിരുന്നു. പക്ഷേ പ്രീമിയത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസും ബിഹേവിയറും ഒക്കെ ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാഞ്ഞത്. അതുകൊണ്ടാണ് ഈ ട്രേഡ് സെല്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊന്നും പ്രോഫിറ്റും കിട്ടിക്കാണില്ല, ലോസും വന്ന് കാണാൻ സാധ്യതയില്ല. ഒരു ന്യൂട്രൽ ബേസിൽ ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നു. പിന്നെ മാത്രമല്ല ലിഫ്റ്റിയുടെ ലോഡ് സൈസ് ഇൻക്രീസ് ചെയ്തില്ലേ. ഇപ്പം നേരത്തെ 25 ആയിരുന്നു, ഇപ്പോൾ 75. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് അല്ല ലോസാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ 3x ആയിട്ട് പ്രീവിയസ് ട്രേഡ് ചെയ്യുമ്പോൾ കാണുന്നതിനെക്കാട്ടി 3x ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം സൈക്കോളജിയിൽ പ്രശ്നം വരും. അതായത് ആദ്യം ഒരു 10 പോയിൻറ്റ് ലോസ് എടുക്കുന്ന ആൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് 250 രൂപയാണെങ്കിൽ ഇനി കാണുന്നത് 750 രൂപയായിരിക്കും ഒരു ലോട്ടിൽ. അപ്പം സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവുകയും റിവെഞ്ച് ട്രേഡൊക്കെ എടുക്കാനുള്ള ചാൻസ്. അതാണ് പിന്നെ നമ്മൾ ഇത് കോസ്റ്റിലങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേളിൽ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെവൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇതാണ്. പക്ഷേ നമ്മൾ കാരണം ഇത്രയും ഒരു അപ്സൈഡ് പോയ സ്ഥിതിക്ക് ഒരു ഹെൽത്തി പുൾ ബാക്ക് തന്നിട്ടില്ലായിരുന്നു മാർക്കറ്റ് അതുവരെ. അപ്പം തിരിച്ചൊരു പുൾ ബാക്ക്. പിന്നെ എൻ്റെ വ്യൂസ് ഈ മാർക്ക് ചെയ്തേക്കുന്നതായിരുന്നു എൻ്റെ വ്യൂസ് ഇവിടെ എത്തിയതിന് ശേഷം. ഒന്നെങ്കിൽ ഇവിടെ വന്നൊരു പുൾ ബാക്ക് വന്ന് മുകളിലേക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു പുൾ ബാക്ക് എന്നിട്ട് മുകളിലേക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് താഴോട്ട് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് സൈഡ് വൈസ് ആയിട്ട് തീരുന്നതാണ് എൻ്റെ ഒരു വ്യൂ. അതുകൊണ്ട് ഞാൻ ഈ ട്രേഡിന് ശേഷം പിന്നെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡ് തന്നെ പോയി. പിന്നെ ഇത് ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും എക്സാക്റ്റ് നമ്മുടെ ലെവൽ ടച്ച് ചെയ്തിട്ട് ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പണായിട്ട് കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഏകദേശം ഇത്രയും നേരം ഒരു ചാനൽ പാറ്റേൺ പ്ലസ് ഒരു വെഡ്ജ് എന്നൊക്കെ റൈസിങ് വെഡ്ജ് എന്ന് പറയാം. ഈ ഏരിയയിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് വീണ്ടും ഫോളോ ചെയ്തിട്ട് നമ്മുടെ ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും അപ്സൈഡ് പോയി. നമ്മുടെ ഇവിടെ സസ്റ്റെയിൻ വന്നപ്പോൾ ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് എക്സാക്റ്റ് ആ ടാർഗറ്റിൽ നിന്ന് ഒരു പുൾ ബാക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി. പക്ഷേ ഒരു ഹെൽത്തി മൊമെൻറ്റം അല്ലാത്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഫോറക്സിൽ NCD CAD-ലൊരു ട്രേഡ്, NCD USD-ലൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് നമ്മൾ ഫോറക്സ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡായിരുന്നു. ഏകദേശം 1:2 എത്തിയപ്പം ബുക്ക് ചെയ്ത് മാറിക്കോളാൻ പറഞ്ഞിരുന്നു. അപ്പം ഓക്കെ, ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത ദിവസത്തെ ലെവൽ നാളെ രാവിലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.